ഗുഡ് മോർണിംഗ്. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പ്രോബ്ലമാണ്. നമുക്ക് എക്സാമിനും മറ്റും എസ് എ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക. പ്രോബ്ലം നോക്കാം. ഇൻ എ ഗിവൺ ഡിസ്ക്രീറ്റ് സീരീസ് ദ ഡീവിയേഷൻസ് എക്സ് ആർ സ്മോൾ കമ്പയർഡ് വിത്ത് ദ മീൻ എം സോ ദാറ്റ് എക്സ് ബൈ എം ഹോൾ ക്യൂബ് ആൻഡ് ഹയർ പവേഴ്സ് ഓഫ് എക്സ് ബൈ എം ആർ നെഗ്ലക്റ്റഡ്. അതായത് എക്സ് ഒരു ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണെന്ന് പറയുന്നു അല്ലേ. ശ്രദ്ധിക്കേണ്ടത് എക്സ് ബൈ എം ക്യൂബ് അല്ലേ, ഒരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എക്സ് ബൈ എം ക്യൂബ് ആൻഡ് ഹയർ പവേഴ്സ് ഓഫ് എക്സ് ബൈ എം. എക്സ് ബൈ എം എന്നുള്ള ടേം ഹോൾ ക്യൂബും അതിന് അപ്പുറത്തേക്കുള്ള ടേംസും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം എന്നവരൊരു ഹിൻഡ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. അതായത് എക്സ് ബൈ എം ഹോൾ സ്ക്വയറിലെ ടേം മാത്രമേ നമ്മൾ ഈ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ. എക്സ് ബൈ എം ഹോൾ ക്യൂബ്, എക്സ് ബൈ എം ഹോൾ റൈസ് ടു 4 എന്നുള്ള ഹയർ ടേംസ്, എക്സ് ബൈ എം ഹോൾ ക്യൂബ് മുതലുള്ള അങ്ങോട്ട് പവർ വരുന്ന ഹയർ പവേഴ്സ് വരുന്ന എല്ലാ ടേംസിനെയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, നെഗ്ലക്റ്റ് ചെയ്ത് ഒഴിവാക്കി കളയുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ടുകൾ പ്രൂവ് ചെയ്യാൻ ഫസ്റ്റ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോമെട്രി മീൻ ആണ് കേട്ടോ. ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഇൻറ്റു 1 - സിഗ്മ സ്ക്വയർ ബൈ 2m സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. എം സ്ക്വയർ മൈനസ് ജി സ്ക്വയർ ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. എച്ച് ഈക്വൽ ടു എന്താണ് എം ഇൻറ്റു 1 - സിഗ്മ സ്ക്വയർ ബൈ മ്യൂ സ്ക്വയർ അല്ലേ. അതിൽ നിന്ന് ഒന്നും കൂടി ഉണ്ട്. മ്യൂ ഈക്വൽ ടു എച്ച് ഇൻറ്റു 1 + സിഗ്മ ബൈ മ്യൂ സ്ക്വയർ എന്ന് പ്രൂവ് ചെയ്യണം. ലാസ്റ്റ് എന്താണ് മ്യൂ ഇൻറ്റു എച്ച് ഈക്വൽ ടു ജി സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. വേറെ ഒന്നും കൂടി ഉണ്ട്. അപ്പോൾ ഒരുപാട് റിസൾട്ടുകൾ വരുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മളത് പ്രൂവ് ചെയ്യാൻ നോക്കാം 1 by 1 ആയിട്ട് അല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻ എപ്പോഴും ഓർത്ത് വയ്ക്കണം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് ഒരു തന്ന കാര്യങ്ങൾ എഴുതുന്നു. എക്സ് ഒരു വാല്യൂ ഓഫ് ദി വേരിയേറ്റ് വിത്ത് ഫ്രീക്വൻസി എഫ് തന്ന കാര്യങ്ങൾ എടുക്കുന്നു അല്ലേ. എക്സ് ഒരു വേരിയബിൾ ആണല്ലോ, അപ്പോൾ അതിനെന്ത് ചെയ്യും, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്, അപ്പോൾ എഫ് ഉണ്ടായിരിക്കും. ഇനി രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു, അത് ഓർത്ത് വയ്ക്കണം, ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് മൈനസ് മ്യൂ അല്ലേ. ക്യാപിറ്റൽ എക്സ് അതാണ് ഓർത്ത് വയ്ക്കേണ്ടത്. ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് മൈനസ് മ്യൂ ആണ് എന്ന് ഓർത്ത് വയ്ക്കണം. അപ്പോൾ അതിൽ നിന്ന് സ്മോൾ എക്സ് എന്ത് കിട്ടും, മ്യൂവിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി പോലെ മൈനസ് മ്യൂവിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ക്യാപിറ്റൽ എക്സ് ബൈ എം എന്ന് കിട്ടും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, ക്യാപിറ്റൽ എക്സും സ്മോൾ എക്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി ആണ്. അപ്പോൾ നമ്മൾ ലോഗ് ജിയിൽ നിന്ന് തുടങ്ങുകയാണ്. ലോഗ് ജിയിൽ നിന്ന് കിട്ടിയ ആൻസർ അവസാനം പിന്നെ എക്സ്പോണൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ ജി കിട്ടും നിങ്ങൾക്കറിയാം. അപ്പോൾ ലോഗ് ജിയുടെ ഇക്വേഷൻ എന്താണ്, ലോഗ് ജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സമ്മേഷൻ എഫ് ലോഗ് എക്സ് ബൈ എൻ ആണ് നമുക്കറിയാം അല്ലേ. നമ്മൾ പഠിച്ച കാര്യമാണ്. സമ്മേഷൻ എഫ് ലോഗ് എക്സ് ബൈ എൻ ആണ്. അത് നമുക്ക് തുടങ്ങാം. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സമ്മേഷൻ എഫ് ആണ്. എഫിൻ്റെ ഫ്രീക്വൻസിയുടെ സമ്മാണല്ലോ ക്യാപിറ്റൽ എൻ. ഇനി 1 by n എന്ന് മാറ്റി നിർത്തി. 1 by n ഒപ്പം എഴുതുന്നതിന് പുറമെ സമ്മിൻ്റെ അപ്പുറത്തേക്ക് എടുത്തെഴുതി 1 by n. പിന്നെന്താണ് സമ്മേഷൻ എഫ് ലോഗ് സ്മോൾ എക്സ് ആണ് അല്ലേ. എഫ് ലോഗ് എക്സ് ബൈ എന്ന് പറഞ്ഞാൽ ഇത് സ്മോൾ എക്സ് ആണ്. ആ സ്മോൾ എക്സ് എന്താണ് ക്യാപിറ്റൽ എക്സ് ബൈ എം. അപ്പോൾ അതവിടെ കൊടുക്കുക. സ്മോൾ എക്സിന് പകരം ക്യാപിറ്റൽ എക്സ് ബൈ എം കൊടുത്തു. ഇനി അതിനെന്ത് ചെയ്തു, നെക്സ്റ്റ് ഓരോ സ്റ്റെപ്പ് മനസ്സിലാക്കിയാൽ മതി അല്ലേ. ലോഗ് ഇവിടെ ഒരു എം ഇൻറ്റു ചെയ്യുകയും ചെയ്തു, മൾട്ടിപ്ലൈ അല്ലേ ബൈ ചെയ്യുകയും ചെയ്തു. ഒരേ സമയം ഇൻറ്റു ചെയ്യുകയും ചെയ്യുക, മൈനസ് ഈ അല്ലേ ഡിവൈഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ബലത്തിൽ എന്താണ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് അല്ലേ. എമ്മും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 അല്ലേ ആൻസർ. അപ്പോൾ നമ്മൾ റിസൾട്ടിനെ ബാധിക്കാത്ത തരത്തിൽ ഒരേ കാര്യം ചെയ്തു. ഒരു എം മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്തു, ഡിവൈഡ് ചെയ്യുകയും ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ പോലെ തന്നെ. 1ന് പകരം എം മ്യൂ ബൈ മ്യൂ എന്ന് എഴുതിയെന്ന് മാത്രം. ഇനി 1 by n സമ്മേഷൻ എഫ് ലോഗിൻ്റെ പ്രോപ്പർട്ടി അറിയാം. ലോഗ് എ അല്ലേ, ലോഗ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലോഗ് എ പ്ലസ് ലോഗ് ബി ആ. അതൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. ലോഗ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. ഇവിടെ ലോഗ് എ ബി എന്ന ഫോമിലാണ് അല്ലേ. ഇവിടെ ലോഗ് എ ബി എന്ന ഫോമിലല്ലേ, എ ബി എന്ന ഫോമില. അപ്പോൾ എന്ത് ചെയ്യാം, ലോഗ് എ പ്ലസ് ലോഗ് ബി, അതായത് ലോഗ് എക്സ് പ്ലസ് മ്യൂ ബൈ മ്യൂ പ്ലസ് ലോഗ് മ്യൂ എന്ന് എഴുതാം അല്ലേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, 1 by n സമ്മേഷൻ എഫ് അല്ലേ. ആദ്യം ഈ ടേമിനെ ഇങ്ങോട്ട് എഴുതി, ലോഗ് മ്യൂവിനെ ആദ്യം എഴുതി. സെക്കൻഡ് ടേം എന്താണ്,
ഇതിൻ്റെ ഉള്ളിൽ ഈ എമൗണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്തു. എക്സ് ബൈ എം മ്യൂ ബൈ ഒന്നല്ല മ്യൂ ആണ്, എക്സ് പ്ലസ് മ്യൂ ബൈ മ്യൂ എന്നുള്ളതല്ലേ. അപ്പോൾ താഴത്തെ മ്യൂവിന് ഓരോ ടേമും ഉണ്ട്. അപ്പോൾ എക്സ് ബൈ മ്യൂ എന്ന് വന്നു അല്ലേ. മ്യൂ ബൈ മ്യൂ 1 ആണ്, ആ 1 അവിടെ ഉണ്ട്. പ്ലസ് സെക്കൻഡ് ടേം എക്സ് ബൈ മ്യൂ എന്ന് എഴുതി. അല്ലേ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ഫസ്റ്റ് ടേമിന് സെക്കൻഡ് ടേമിന് ഫസ്റ്റിലേക്ക് ആക്കി. എത്രത്തിലുള്ള റീഅറേഞ്ച്മെൻറ്റ് മാത്രമേ ചെയ്തുള്ളൂ. നെക്സ്റ്റിൽ എന്ത് ചെയ്തു, 1/n അല്ലേ, എൻ ലോഗ് എം. ഈ സമ്മേഷൻ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എൻ ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, അതിന് സമ്മേഷൻ എഫിന് വരെ എൻ എന്ന് കൊടുത്തു. അപ്പോൾ എൻ ലോഗ് എം, പിന്നെ ഇതിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ 1/n സമ്മേഷൻ എഫ് ലോഗ് 1 പ്ലസ് എക്സ് ബൈ എം അല്ലേ. ആദ്യത്തെ ടേമിന് മാത്രമേ നമ്മൾ എൻ കൊടുത്തുള്ളൂ. രണ്ടാമത്തെ ടേം അതേപോലെ സമ്മേഷൻ എഫ് തന്നെ എഴുതിയത് അല്ലേ. ഇനി നെക്സ്റ്റ് ലോഗ് എം, എന്നും എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ. ഈ എന്നും ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ നെക്സ്റ്റ് ടേമിൽ 1/n ഉണ്ട്, സമ്മേഷൻ എഫ് അവിടെ ഉണ്ട്. പിന്നെ ലോഗ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ. ലോഗ് 1 പ്ലസ് എക്സിൻ്റെ ഡെഫിനിഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ലോഗ് 1 പ്ലസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് അല്ലേ. 1 പ്ലസ് എന്ത് വേരിയബിളാണോ, ഇവിടെ എക്സ് ആണെങ്കിൽ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 അതിൻ്റെ സ്ക്വയർ ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ലോഗ് 1 പ്ലസ് ഏതാ ടേം, എക്സിൻ്റെ സ്ഥാനത്ത് ഏതാ, എക്സിൻ്റെ ടേം നമുക്ക് നോക്കി അറിയാം. എക്സിൻ്റെ സ്ഥാനത്ത് വരുന്ന ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ബൈ മ്യൂ ആണ്. എക്സ് ബൈ മ്യൂ ആണ് വരുന്നത്. അപ്പോൾ എന്ത് വരും, ഫസ്റ്റ് എക്സ് ബൈ മ്യൂ വരും. സെക്കൻഡ് എക്സ് സ്ക്വയർ ബൈ മ്യൂ ഹോൾ സ്ക്വയർ, അതായത് എക്സ് സ്ക്വയർ ബൈ മ്യൂ സ്ക്വയർ ബൈ 2 ദാറ്റ് ഈസ് അല്ലേ 2 മ്യൂ സ്ക്വയർ എന്ന് വരും അല്ലേ. അടുത്ത ടേം ക്യൂബ്, ആ രീതിയിൽ എഴുതിപ്പോവാം. ഇനി ഫസ്റ്റ് ടേം ലോഗ് എം 1/n അവിടെ തന്നെ ഉണ്ട്. സമ്മേഷൻ എഫ്, ഈ എഫിനുള്ളിലേക്ക് കൊടുത്തു, സമ്മേഷൻ പുറത്ത് നിർത്തി എഫിന് ഉള്ളിലോട്ട് കൊടുത്തപ്പോൾ എന്തായി, ഫസ്റ്റ് ടേം എഫ് എക്സ് ബൈ മ്യൂ ആയി, സെക്കൻഡ് ടേം എഫ് എക്സ് സ്ക്വയർ ബൈ 2m സ്ക്വയർ ആയി. അത്ര ചെയ്തുള്ളൂ അല്ലേ. നമ്മൾ എഫിന് ഉള്ളിലേക്ക് കൊടുത്തു. ഇനി എന്ത് ചെയ്യും, ലോഗ് എം അവിടെ തന്നെ ഉണ്ട്. എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിലുള്ളൊരു 1/m അല്ലേ ഫസ്റ്റ് ടേം ഈ സമ്മേഷൻ ഉള്ളിലേക്ക് കൊടുത്തു. സമ്മേഷനും 1/n ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1/n സമ്മേഷൻ എഫ് എക്സ് ഫസ്റ്റ് ടേമായി. നെക്സ്റ്റ് ടേം എന്താ, 1/2m സ്ക്വയർ കോൺസ്റ്റൻ്റ് അതിന് പുറത്തേക്ക് എടുത്തു. 1/n മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് 1/n ഉണ്ട്. പിന്നെ ബാക്കി വരുന്ന സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ ആണ്. ബാക്കിയുള്ള ടേം എഴുതിയില്ല, കാരണം എന്താ, ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് എക്സ് ബൈ മ്യൂ ഹോൾ ക്യൂബും അതിന് ശേഷം വരുന്ന പവറുകളൊക്കെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇവിടെ സ്ക്വയർ ഓൾറെഡി വന്നു. ഇനി അടുത്ത ടേം വരുമ്പോൾ എക്സ് എന്താണ്, എക്സ് ക്യൂബാണ് വരിക. അപ്പോൾ അതെന്ത് ചെയ്യാം, നമുക്ക് ഒഴിവാക്കാം, അത് എഴുതേണ്ട ആവശ്യമില്ല. അതാണ് അവർ പറഞ്ഞത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അത് നെഗ്ലക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി എന്ത് ചെയ്യാം, അടുത്ത് ലോഗ് മ്യൂ ഇവിടെ 1/m 1/n അവിടെ തന്നെ ഉണ്ട്. സമ്മേഷൻ ഇത് വരും നെക്സ്റ്റിൽ നെക്സ്റ്റ് എന്തായി, സമ്മേഷൻ അല്ലേ. എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ് ആണ് അവിടെ. എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ എക്സ് ആണ്. ആ ക്യാപിറ്റൽ എക്സിന് പകരം എന്ത് കൊടുത്തു, നമ്മൾ തുടക്കത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് സ്മോൾ എക്സ് മൈനസ് മ്യൂ ആണ്. അതവിടെ പുട്ട് ചെയ്തു. ബാക്കിയുള്ള എന്താണ് 1/m 2m സ്ക്വയർ അവിടെ ഉണ്ട് അല്ലേ. പിന്നെ എന്താ ഉള്ളത്, പിന്നെ സിഗ്മ സ്ക്വയർ എങ്ങനെ, ഈ ടേം എന്താ, ഈ സിഗ്മ സ്ക്വയർ ഏതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, നമുക്കറിയുന്ന ഇക്വേഷനാണ്. സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ സ്ക്വയർ ആണ്, വേരിയൻസ് ആണ്. നമുക്കതൊക്കെ ഓർമ്മ വേണം. നമ്മൾ പ്രോബ്ലം കണ്ടുപിടിപ്പൊക്കെ യൂസ് ചെയ്താണ് സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, സിഗ്മ സ്ക്വയർ എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, 1 ലോഗ് എം അവിടെ തന്നെ കിടക്കുന്നുണ്ട്. 1/m 1/n അവിടെ തന്നെ ഉണ്ട്. സമ്മേഷൻ എഫിനെ ഉള്ളിലേക്ക് കൊടുത്തപ്പോൾ എന്തായി, സമ്മേഷൻ എഫ് എക്സ് മൈനസ് മ്യൂ സമ്മേഷൻ എഫ് എന്ന് വരും അല്ലേ. സം എഫിനെ ഉള്ളിലേക്ക് കൊടുത്തു എന്ന് മാത്രം. നെക്സ്റ്റ് ലാസ്റ്റ് ടേം തന്നെയാണ് സിഗ്മ സ്ക്വയർ ബൈ 2m സ്ക്വയർ ആണ്. ഇറ്റ് ഈസ് ലോഗ് എം 1/m 1/n ഓരോന്നിനും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. 1/n ഇതിനും കൊടുത്തു ഇതിനും കൊടുത്തു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ലാസ്റ്റ് ടേം സിഗ്മ സ്ക്വയർ ബൈ 2m സ്ക്വയറിന്. ഇനി ലോഗ് എം അവിടെ ഉണ്ട്, 1/m അവിടെ ഉണ്ട്. സമ്മേഷൻ എഫ് എക്സ് ബൈ എൻ എന്താ, സമ്മേഷൻ എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, സമ്മേഷൻ എഫ് എക്സ് ബൈ എൻ മീനല്ലേ, മ്യൂ അല്ലേ, മ്യൂവിൻ്റെ ഇക്വേഷൻ അല്ലേ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ മ്യൂവിൻ്റെ ഇക്വേഷനാണ് സമ്മേഷൻ എഫ് എക്സ് ബൈ എൻ. അപ്പോൾ മ്യൂ ആവും. സെക്കൻഡ് ടേം എന്താണ്, സമ്മേഷൻ എഫ് എന്ന് പറഞ്ഞാൽ എൻ ആയിരുന്നു, അത് അവിടെ കൊടുക്കും. അപ്പോൾ ആ എന്നും താഴെ തന്നെ ക്യാൻസൽ ചെയ്തിട്ട് മ്യൂ വരും. ഇപ്പോൾ മ്യൂ മൈനസ് മ്യൂ എന്ന് വരും. ലാസ്റ്റ് ടേം സിഗ്മ സ്ക്വയർ ബൈ 2m സ്ക്വയർ. അപ്പോൾ ലോഗ് എം 1/m ഇൻറ്റു മ്യൂ മൈനസ് മ്യൂ എന്താ 0. ലാസ്റ്റ് ടേം
സിഗ്മ സ്ക്വയർ ബൈ 2m². അപ്പോൾ നമുക്ക് കിട്ടിയത് ലെഫ്റ്റ് സൈഡിൽ ലോഗ് ജി എന്നാണ് നമ്മൾ തുടങ്ങിയത്. അത് ലോഗ് എം മൈനസ് സിഗ്മ സ്ക്വയർ ബൈ 2m² എന്ന് കിട്ടി അല്ലേ. ലോഗ് ജി മൈനസ് ലോഗ് എമ്മിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ലോഗ് ജി മൈനസ് ലോഗ് എം ഐ ഈക്വൽ ടു സിഗ്മ മൈനസ് സിഗ്മ സ്ക്വയർ ബൈ 2m² എന്ന് വരും. ഇനി ലോഗ് എ മൈനസ് ലോഗ് ബി എന്താ അവിടെ എഴുതിയിട്ടില്ല. ഞാൻ നേരത്തെ പറയും ചെയ്തു. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി ആണ്. അപ്പോൾ ഈ ടേമിന് എന്തെഴുതാം, ഇതെന്തായിട്ട് മാറും, ലോഗ് ജി മൈനസ് ലോഗ് എമ്മിനെ ലോഗ് ജി ബൈ എന്ന് എഴുതാം. റൈറ്റ് സൈഡ് അതേപോലെ തന്നെ മൈനസ് സെറ്റ് സിഗ്മ സ്ക്വയർ ബൈ 2m² അല്ലേ. ഇനി ലോഗ് നമുക്ക് വേണ്ട, നമുക്ക് എന്തേ വേണ്ടു, ജി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ലോഗ് കളയണം. ലോഗ് കളയണമെങ്കിൽ എന്ത് ചെയ്യണം, എക്സ്പോണൻഷ്യൽ എടുക്കണം അല്ലേ. ഇൻവേഴ്സാണ്, ലോഗിൻ്റെ ഇൻവേഴ്സായി എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് ലോഗും എക്സ്പോണൻഷ്യലും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി എന്തേ വരുള്ളൂ, ജി ബൈ എം വരൂ. റൈറ്റ് സൈഡിൽ ഈ എക്സ്പോണൻഷ്യൽ എടുക്കുമ്പോൾ എന്തേ വരും, ഇ റൈസ് ടു മൈനസ് സിഗ്മ സ്ക്വയർ ബൈ 2m² എന്ന് വരും അല്ലേ. ഇനി എക്സ്പോണൻഷ്യലിൻ്റെ ഡെഫിനീഷനാണ് അല്ലേ, എക്സ്പോണൻഷ്യലിൻ്റെ ഡെഫിനീഷനാണ് 1 മൈനസ് എക്സ് ഇല്ല ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂ പ്ലസ് അതാണ്. നോക്കുക, ഇ റൈസ് ടു എക്സിൻ്റെ ഡെഫിനീഷൻ എന്താണെന്ന് നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യുക. അവിടെ ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല മൈനസ് സിഗ്മ സ്ക്വയർ ബൈ 2m² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് സിഗ്മ സ്ക്വയർ ബൈ 2m² വന്നു എന്ന് മാത്രം. അപ്പോൾ ഫസ്റ്റ് 1 വരും, സെക്കൻഡ് 1 മൈനസ് എക്സ് അതായത് സിഗ്മ സ്ക്വയർ ബൈ 2m² വരും. സെക്കൻഡ് പ്ലസ് എന്താണ് എക്സ് സ്ക്വയർ എന്ന് വരും, അതായത് സിഗ്മ സ്ക്വയർ ബൈ 2m² ഹോൾ സ്ക്വയർ വരും. അപ്പോൾ ടേമിൽ എന്ത് വരും, എം മ്യൂ റൈസ് ടു 4ഉം എക്സ് റൈസ് ടു 4 ഒക്കെ വരും. അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യൂബിൻ്റെ മുകളിൽ എന്ത് കണ്ടാലും നെഗ്ലക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിട്ട് മാറും, 1 മൈനസ് സിഗ്മ സ്ക്വയർ ബൈ 2m² മാത്രമേ ഉണ്ടാവും. അപ്പോൾ ജി ബൈ എം ആണ് ഇത് കിട്ടിയത്. അപ്പോൾ എമ്മിനെ അങ്ങോട്ട് കൊണ്ടാൽ എന്താവും, എമ്മിനെ അങ്ങോട്ട് കൊണ്ടായാൽ ജി ഈക്വൽ ടു എം ഇൻറ്റു 1 മൈനസ് സിഗ്മ സ്ക്വയർ ബൈ 2m² എന്ന് കിട്ടും. ഇതാണ് നമ്മളോട് ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, ഓരോ സ്റ്റെപ്പും മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ഇനി സെക്കൻഡ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താ, ഇതായിരുന്നു ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നോക്കുക, അപ്പോൾ മ്യൂ സ്ക്വയർ മൈനസ് ജി സ്ക്വയർ എന്താണ്, സിഗ്മ സ്ക്വയർ ആണെന്ന് കാണിക്കണം. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്, ഇപ്പോൾ ഫസ്റ്റ് പ്രൂവ് ചെയ്തിട്ടുണ്ട് ജി ബൈ മ്യൂ എന്ന് പറയുന്നത് 1 മൈനസ് സിഗ്മ സ്ക്വയർ ബൈ 2 മ്യൂ സ്ക്വയർ ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതിന്നാണ് നമ്മൾ സെക്കൻഡ് പ്രൂവ് ചെയ്യാനുള്ളത് തുടങ്ങേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യുക. അപ്പോൾ എന്താവും, ജി ബൈ മ്യൂ ഹോൾ സ്ക്വയർ വരും. ഇവിടെ 1 മൈനസ് സിഗ്മ സ്ക്വയർ ബൈ 2m² ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി രണ്ട് സൈഡിലും എന്ത് ചെയ്യുക, 1 മൈനസ് ചെയ്യുക അല്ലേ. രണ്ട് സൈഡിലും 1 മൈനസ് ആക്കിയിട്ട് എഴുതി അല്ലേ. ആദ്യം ഒറ്റയ്ക്ക് എഴുതിയാൽ മതി. വരുന്നത് എങ്ങനെയാണ്, രണ്ട് സൈഡിലും മൈനസ് കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ രണ്ട് സൈഡിലും 1 ആഡ് ചെയ്യുന്നു അല്ലേ. അല്ലെങ്കിൽ ഒറ്റയടിക്ക് രണ്ട് സൈഡിലും 1 മൈനസ് എന്നാക്കി എഴുതി ചെയ്യുന്നു. ഒരു ഇക്വേഷൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് ഒരേ ഓപ്പറേഷൻസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ 1 മൈനസ് എന്ന് വരും. ഇനി ഇവിടെ എന്താണ്, 1 മൈനസ് സ്ക്വയർ ചെയ്തിരുന്നു, ജി ബൈ എം ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ജി സ്ക്വയർ ബൈ m². ഇവിടെ എന്ത് വരും, 1 മൈനസ് അതിൻ്റെ എക്സ്പാൻഷൻ 1 മൈനസ് സിഗ്മ സ്ക്വയർ ബൈ 2m² എക്സ്പാൻഷൻ എന്താ, എ ബൈ അല്ലേ, എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ അതേ ഫോം. എന്ത് വരും, ഫസ്റ്റ് 1 സ്ക്വയറിൻ്റെ 1 2ab എന്നുള്ള ടേം ചെയ്യുമ്പോൾ എന്താവും, 2ab എന്നിട്ട് ചെയ്യുമ്പോൾ 2 സിഗ്മ സ്ക്വയർ ബൈ 2m² എന്ന് വരും. പിന്നെ ലാസ്റ്റ് എന്താണ്, ലാസ്റ്റ് സിഗ്മ സ്ക്വയർ ബൈ 2m² ഹോൾ സ്ക്വയർ എന്ന് വരും, സിഗ്മ റൈസ് ടു 4 ബൈ 4m റൈസ് ടു 4 എന്ന് വരും അല്ലേ. ഈ ലെഫ്റ്റ് സൈഡിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കഴിഞ്ഞാവും, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അപ്പോൾ എന്താവും, മ്യൂ സ്ക്വയർ മൈനസ് ജി സ്ക്വയർ ബൈ മ്യൂ സ്ക്വയർ എന്ന് വരും. ഇനി ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുക, ബ്രാക്കറ്റ് ഒഴിവാക്കിയ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 1 മൈനസ് 1 മൈനസ് നെക്സ്റ്റ് 1 മൈനസും മൈനസും പ്ലസ് ആയിട്ട് എന്താവും, സിഗ്മ സ്ക്വയർ ബൈ മ്യൂ സ്ക്വയർ ആവും. 2 ക്യാൻസൽ ചെയ്ത് പോയി, ഈ 2 ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ വീണ്ടും മൈനസ് സിഗ്മ റൈസ് ടു 4 ബൈ 4 മ്യൂ റൈസ് ടു 4 എന്ന് വരും. ഇനി ലാസ്റ്റ് എന്താണ്, ബാക്കിയുള്ള ടേംസ് എന്താ, 1 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള റൈറ്റ് സൈഡിൽ വരുന്നത് സിഗ്മ സ്ക്വയർ ബൈ മ്യൂ സ്ക്വയർ മൈനസ് സിഗ്മ റൈസ് ടു 4 ബൈ 4 മ്യൂ സ്ക്വയർ ആണ് അല്ലേ. അതിൽ നമ്മൾ എന്ത് ചെയ്യണു, ഇത് നെഗ്ലക്റ്റ് ചെയ്യാം അല്ലേ. ഈ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, ഈ ഇതിനെ നെഗ്ലക്റ്റ് ചെയ്യാം. കാരണം എക്സ് ബൈ മ്യൂ ഹോൾ ക്യൂബ് എന്ത് വന്നാലും നെഗ്ലക്റ്റ് ചെയ്യാം. ഇവിടെ മ്യൂ അല്ലേ എന്ത് വരുന്നുണ്ട്, റൈസ് ടു 4 വരുന്നുണ്ട്, മ്യൂ റൈസ് ടു 4 വരുന്നുണ്ട്. ഇവിടെ 4 ആയിരുന്നു,
അല്ലേ? ഇവിടെ 4 ആയിരുന്നു, മ്യൂ റേസ് ടു 4 വരുന്നുണ്ട്. അപ്പോൾ ആ ടൈമിനെ നെഗ്ലക്റ്റ് ചെയ്തു. അപ്പോൾ ആൻസർ എന്ത് വരും? മ്യൂ സ്ക്വയർ മൈനസ് ജി സ്ക്വയർ ബൈ എം സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? ഫസ്റ്റ് ടൈം മാത്രം സിഗ്മ സ്ക്വയർ ബൈ മ്യൂ സ്ക്വയർ എന്ന് വരും. രണ്ടിലും എന്തുണ്ട്? ഒരു ഈക്വൽ ടുൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേ ടേം ഉണ്ടെങ്കിൽ ക്യാൻസൽ കളയാം. ഇവിടെ 1/m സ്ക്വയർ ഉണ്ട്, ഇവിടെ 1/μ സ്ക്വയർ ഉണ്ട്. രണ്ടും ക്യാൻസൽ ചെയ്ത് എന്തായി? നമ്മുടെ ആൻസർ കിട്ടി അല്ലേ? ഇനി വി ഹാവ് തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? തേർഡ് ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യാണ്ടായിരുന്നു അല്ലേ? ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഹാർമോണിക് മീനാണ് പ്രൂവ് ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ ഹാർമോണിക് മീൻ എന്ന് തുടങ്ങുക. ഹാർമോണിക് മീൻ്റെ ഇക്വേഷൻ എന്താണ്? n ബൈ സമ്മേഷൻ f ബൈ എക്സ് ആണ്. അപ്പോൾ 1/h എന്തായി ഇന്ന് വരും? 1/h എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ n താഴത്തേക്ക് പോകും. അപ്പോൾ എന്ത് വരും? സമ്മേഷൻ എഫ് എക്സ് ബൈ n എന്ന് വരും അല്ലേ? ഇനി എന്ത് ചെയ്യണു? സമ്മേഷൻ എഫ് അവിടെ എഴുതി, സമ്മേഷൻ എഫ് ബൈ എക്സ് അല്ലേ? സമ്മേഷൻ എഫ് ബൈ എക്സ് ആണ് വരിക കേട്ടോ അല്ല? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്? സമ്മേഷൻ എഫ് ബൈ എക്സ് ആണ് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. സമ്മേഷൻ എഫ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്യുന്ന സ്മോൾ എക്സ് ആണ്. അപ്പോൾ സ്മോൾ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ക്യാപിറ്റൽ എക്സ് ബൈ മ്യൂ ആണെന്ന് അറിയാം. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അല്ലേ? താഴെ n ഉണ്ട്. ഇനി 1/h എന്ന് പറഞ്ഞാൽ 1/n ഈ ഓൾ ഡിവൈഡ് ബൈ എന്നിനെ മാറ്റി എഴുതി, 1/n സൈഡിലേക്ക് എഴുതി. ബാക്കി എന്താണ്? സമ്മേഷൻ എഫ് 1/x പ്ലസ് മ്യൂ അല്ലേ? 1/n സമ്മേഷൻ എഫ് എന്ത് ചെയ്യുന്നു? എല്ലായിടത്തും ഒരു എമൗണ്ട് മ്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? ഞാൻ പറഞ്ഞു ഒരേ കാര്യം എല്ലാ സൈഡിലും ഒരേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്തിട്ട് 1 ആവും. ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ മുകളിൽ ഒരു മ്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തു 1-നെ, താഴെയും ഒരു മ്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തു. താഴെ എക്സ് പ്ലസ് മ്യൂവിനെയാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ വീണ്ടും അതിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താവും? എക്സ് ബൈ മ്യൂ ആവും പ്ലസ് മ്യൂ ബൈ മ്യൂ ആവും അല്ലേ? അപ്പോൾ എന്താവും ആൻസർ? 1/n അല്ലേ? 1/n അല്ലേ? കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് കാണുന്നുണ്ടായിരിക്കും. 1/n സമ്മേഷൻ എഫ് അല്ലേ? 1/m അവിടെ ഉണ്ട്. ഇവിടെ മ്യൂ പ്ലസ് മ്യൂ എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. നെക്സ്റ്റ് എക്സ് ബൈ മ്യൂ ആവും അല്ലേ? അതുകൊണ്ട് 1/h എന്ത് കിട്ടി നമുക്ക്? 1/n മുകളിലുള്ള 1/m. ഈ 1/mന് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. കാരണം ഇത് സമ്മേഷന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അപ്പോൾ 1/n പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താണുള്ളത്? സമ്മേഷൻ എഫ് ഇവിടെ 1/1 പ്ലസ് എക്സ് ബൈ മ്യൂ ആണ്. അപ്പോൾ 1 എന്നുള്ളതിന് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? 1 പ്ലസ് എക്സ് ബൈ മ്യൂ ഓൾ റൈസ് ടു -1 എന്ന് വരും അല്ലേ? ഇനി 1/m പുറത്തേക്ക് എടുത്തു, 1/n ഉള്ളിൽ എഴുതി. നമ്മുടേതായ രീതിയിൽ നമുക്ക് ആൻസർ കിട്ടേണ്ട രീതിയിൽ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യേണ്ടത് മാത്രം. 1/mനെ പുറത്തേക്ക് എടുത്ത് എഴുതി അല്ലേ? സമ്മേഷൻ എഫ് ഉള്ളിൽ എന്താണ്? റൈസ് ടു -1 എക്സ്പാൻഷൻ 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു. നോക്കേണ്ടത് നിങ്ങൾ 1 റൈസിൻ്റെ എന്താ എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മക്ലൂറിൻ സീരീസും എല്ലാ സീരീസൊക്കെ നിങ്ങൾ പഠിച്ചതിൽ ചെയ്തിട്ടുണ്ടാകും. അതൊക്കെ റീകളക്ട് ചെയ്യുക, എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. അത് വെച്ചാണ് നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്ത്. റൈസ് ടു -1 ആകുമ്പോൾ എന്ത് വരും? 1 മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് ബൈ മ്യൂ ആണെന്ന് മാത്രം. അപ്പോൾ 1 മൈനസ് എക്സ് ബൈ മ്യൂ. സെക്കൻഡ് ടൈം വീണ്ടും അതിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ മ്യൂ സ്ക്വയർ വരും. തേർഡ് ടൈം അതിൻ്റെ ക്യൂബാണ് വരിക. ക്യൂബ് ആകുമ്പോൾ ഇവിടെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. തുടക്കത്തിൽ പറഞ്ഞിട്ട് ക്യൂബോ അതിൻ്റെ മുകളിൽ ടേംസ് ഓഫ് പവറായിട്ട് വരികയാണെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് വരും? 1 അല്ല എന്തായിരിക്കും? അങ്ങനെ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം 1/μ 1/n ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്തു. 1/n സമ്മേഷൻ എഫ് എക്സ് വരും. സെക്കൻഡ് 1/n 1/m 1/n സമ്മേഷൻ എഫ് അല്ലേ? സമ്മേഷൻ എഫ് എക്സ് എന്ന് വരും. പിന്നെ എന്താണ്? 1 അല്ലേ? ഓരോ ടേമിന് ഈ സമ്മേഷൻ എഫ് എക്സിനെ അല്ലേ? സമ്മേഷൻ 1/n സമ്മേഷൻ എഫിനെ ഓരോ ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? അപ്പോൾ അങ്ങനെ കിട്ടും. ഇനി 1/m ഈ സമ്മേഷൻ എഫ് കണ്ടിടത്തൊക്കെ എന്ത് കൊടുക്കാം? സമ്മേഷൻ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ആണ് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇവിടെ n കൊടുക്കാം, ഇതിന് വരെ n കൊടുക്കാം. 1/m 1/n സമ്മേഷൻ എഫ് എക്സ് മൈനസ് മ്യൂ എന്ന് വരും അല്ലേ? ക്യാപിറ്റൽ എക്സിന് എന്ത് കൊടുക്കാം? സ്മോൾ എക്സ് മൈനസ് മ്യൂ എന്ന് കൊടുക്കാം. 1/m സ്ക്വയർ 1/n സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം അല്ലേ? 1/m 1 മൈനസ് ലൈനിന് ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് വരും? 1/m സമ്മേഷൻ എഫ് എക്സ് ബൈ എൻ മൈനസ് സമ്മേഷൻ എഫ് എക്സ് ബൈ എൻ പ്ലസ് 1/μ സ്ക്വയർ ഇൻറ്റു സിഗ്മ സ്ക്വയർ അല്ലേ?
സമ്മേഷൻ എഫ് എക്സ് സ്ക്വയർ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സിഗ്മ സ്ക്വയർ ആണ്. ഒക്കെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. അറിയാത്തവർ വീണ്ടും പഴയ ക്ലാസ്സുകൾ കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇനി 1/n അല്ലേ, ഇവിടെ എന്ത് വരും 1 - 1/m ബ്രാക്കറ്റിൽ സമ്മേഷൻ എഫ് എക്സ് ബൈ എന്ന് പറയുന്നത് മീൻ്റെ ഇക്വേഷൻ. അത് കണ്ടു കഴിഞ്ഞാൽ ഓർമ്മ വരണം. സമ്മേഷൻ എഫ് എക്സ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂ ആണ്. ഇവിടെയും എന്താണ് n/n അത് വരും എം വരും അല്ലേ. സമ്മേഷൻ എഫ് എന്ന് പറഞ്ഞാൽ എന്നാണല്ലോ, ഒക്കെ ക്യാൻസൽ ചെയ്യുക അല്ലേ. അപ്പോൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? കുറേ ടേംസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1/m പുറത്തുണ്ട്. ബാക്കി 1 - 1/m × 0 എന്ന് വരും. മ്യൂ 0 ആയിട്ട് പോകും. മൈനസ് ചെയ്യുമ്പോൾ 0 ആയിട്ട് പോകും. 1/m² സിഗ്മ സ്ക്വയർ വരും. ദാറ്റ് ഈസ് 1/h = 1/μ × 1 - σ²/μ² എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് μ/h എന്ത് വരും? ഈ മ്യൂവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ μ/h = 1 - σ²/μ² എന്ന് വരും. ദാറ്റ് ഈസ് m എന്ത് വരും? h × 1 - σ²/μ² എന്ന് കിട്ടും അല്ലേ. കാരണം തേർഡിൽ നമുക്ക് 2 പ്രൂവ് ചെയ്യണ്ടായിരുന്നു. ആ 2 റിസൾട്ടും അതിൽ കിട്ടി അല്ലേ. ദാറ്റ് ഈസ് അല്ലേ, ഒന്നൊക്കെ റീഅറേഞ്ച് ചെയ്യുക. നിങ്ങൾ ലോജിക്കലായിട്ടുള്ള സ്റ്റെപ്പുകളെ മാത്രമേ ചെയ്യണ്ടൂ. മനസ്സിലാക്കാൻ ഒന്നും അതിലില്ല. h/μ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ 1/ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കാര്യം പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് എന്ത് ചെയ്യാം? നെക്സ്റ്റ് പറഞ്ഞ h = μ 1 - σ²/μ² കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് ആ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യേണ്ടത് അല്ലേ. ഇനി ലാസ്റ്റ് ഇത് പ്രൂവ് ചെയ്യാൻ എന്താണ്? വി ഹാവ് തേർഡിൽ ഒരു എ പാർട്ട് ചെയ്യാണ്ടല്ലേ. എന്ത് ചെയ്യണം? അല്ല, ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ m × h = g² ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ തുടങ്ങേണ്ടത് 3a നിന്നാണ്. 3ലെ a നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? h = μ × 1 - σ²/μ² നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് രണ്ട് സൈഡിൽ m മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താവും? ഇവിടെ mh ആവും. ഇവിടെ m അല്ല, m എന്ന് പറഞ്ഞാൽ മ്യൂ ആണ് കേട്ടോ. ഞാൻ പലപ്പോഴും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, മ്യൂ ആണ്, m അല്ല. മ്യൂ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ മ്യൂ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? μ² ആയിട്ട് മാറും അല്ലേ. ഇവിടെ μ² ആവും. പിന്നെ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈയും ചെയ്യുക. 1 - σ²/μ² ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? μ² - σ²/μ² എന്ന് കിട്ടും. ദാറ്റ് ഈസ് μ² - σ². താഴത്തി മുകളിലത്തി μ² ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ എന്തായിട്ട് മാറും? g² എന്ന് കിട്ടും അല്ലേ. കാരണം μ² - g² എന്താണ്? σ² ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിസൾട്ടൊക്കെ പ്രൂവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ μ × h എന്ത് കിട്ടി? g² എന്ന് കിട്ടി അല്ലേ. ഇനി ലാസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? m - 2g + h എന്താ കാണിക്കണം? 0 ആണെന്ന് കാണിക്കണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? m- ഓരോന്നും കൊടുക്കാം. -2 g ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. g നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? സെക്കൻഡ് ടേം കണ്ടുപിടിച്ചല്ലോ. ഇപ്പോൾ കണ്ടുപിടിച്ച റിസൾട്ടുകളിൽ അപ്ലൈ ചെയ്യുക. g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ μ × 1 - g²/2 μ² ആണ്, പ്ലസ് μ × 1 - σ²/m² ആണ് അല്ലേ. അപ്പോൾ എന്ത് വരും? μ/-2m ഓരോന്നും മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. 2 മ്യൂവിനുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആദ്യം 2m μ × 1 വരും. അപ്പോൾ 2m വരും. നെക്സ്റ്റ് 2m × σ²/2 μ² ചെയ്തു. പിന്നെ ഇവിടെ മ്യൂ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ ഓരോ ടേം ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്യാൻസൽ ചെയ്യാനെല്ലാം ക്യാൻസൽ ചെയ്യുക. ഇവിടെ 2 ഇതിൽ ഒരു മ്യൂ ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. അങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത് ഒരു μ - 2m - σ²/μ പ്ലസ് μ - σ²/μ എന്ന് വരും. ദാറ്റ് ഈസ് 2m - μ എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഇപ്പോൾ ഇത്തരത്തിലാണ് പ്രൂവ് ചെയ്യാൻ ചോദിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു റിസൾട്ട്, പർട്ടിക്കുലർ റിസൾട്ട് മാത്രം എടുത്ത് നിങ്ങളോട് പ്രൂവ് ചെയ്യാനും പറയാം. ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ഒരു റിസൾട്ട് മാത്രം പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും ആ റിസൾട്ടുകൾ നമ്മൾ തൊട്ട് മുമ്പത്തെ റിസൾട്ടുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാം കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതെപ്പോഴും ഓർത്ത് വയ്ക്കാം.